ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വീകരിക്കുന്നതെന്ന രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക രംഗത്തെത്തിയിരിക്കുകയാണ്. ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നാണ് സഭയുടെ പക്ഷം. സംസ്ഥാനത്തെ ക്രൈസ്തവർ നേരിടുന്ന സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷങ്ങൾ പിന്നിട്ടിട്ടും അത് പരസ്യപ്പെടുത്താനോ കൃത്യമായി നടപ്പിലാക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയ സാഹചര്യത്തിൽ റിപ്പോർട്ടിലെ ഭൂരിഭാഗം നിർദ്ദേശങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞുവെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം തികഞ്ഞ രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് ദീപിക മുഖപ്രസംഗത്തിലൂടെ ആരോപിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി നിയോഗിക്കപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് 2.5 വർഷത്തിലേറെയായി വിവിധ സഭാ നേതൃത്വങ്ങളും സംഘടനകളും സർക്കാരിന്റെ വാതിൽ മുട്ടുകയാണ്. എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം മുഖം തിരിച്ചു നിന്ന സർക്കാർ ഇപ്പോൾ അപ്രതീക്ഷിതമായി റിപ്പോർട്ടിലെ 300-ലധികം ശുപാർശകൾ ഭൂരിഭാഗവും നടപ്പിലാക്കിയെന്ന് പറയുന്നത് വിശ്വസനീയമല്ല. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തതായി പ്രഖ്യാപിച്ചതിനേക്കാൾ വലിയ ലാഘവത്തോടെയാണ് ക്രൈസ്തവരുടെ കാര്യത്തിലും സർക്കാർ നിലപാട് സ്വീകരിക്കുന്നത്. ഏതെല്ലാം ആനുകൂല്യങ്ങളാണ് സമുദായത്തിന് ലഭിച്ചതെന്ന് ക്രൈസ്തവർക്ക് പോലും അറിവില്ലാത്ത സ്ഥിതിയാണിപ്പോൾ. സർക്കാർ നടപ്പിലാക്കിയെന്ന് പറയുന്ന ആ ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടെങ്കിലും ദയവ് ചെയ്ത് ആ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്നാണ് പരിഹാസരൂപേണ സഭ ആവശ്യപ്പെടുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2020 നവംബറിലാണ് ജസ്റ്റിസ് ജെ.ബി. കോശിയുടെ നേതൃത്വത്തിലുള്ള സമിതിയെ നിയോഗിച്ചത്. ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തി 2023 മെയ്യിൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് കൈമാറി. കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്നും സർക്കാർ ക്രോഡീകരിച്ച 328 ഉപശുപാർശകളിൽ 220 എണ്ണം പൂർണ്ണമായും നടപ്പിലാക്കിയെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലും ഫേസ്ബുക്ക് കുറിപ്പിലും ആവർത്തിച്ചത്. ബാക്കിയുള്ളവ ഉടൻ പൂർത്തിയാക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ സഭാ പ്രതിനിധികളുടെ യോഗം വിളിക്കുമെന്നും സർക്കാർ പറയുന്നു. എന്നാൽ ഈ പറയുന്ന ശുപാർശകൾ എന്ന്, എവിടെ, എങ്ങനെ നടപ്പിലാക്കി എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ സർക്കാരിന് സാധിക്കുന്നില്ല. നടപ്പിലാക്കിയെന്ന് പറയുന്ന പദ്ധതികളുടെ ഗുണഫലം ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വ്യക്തിക്ക് പോലും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ അവകാശവാദം. ഏകദേശം 4.87 ലക്ഷം പരാതികളും വിവിധ സഭകളും സംഘടനകളും നൽകിയ വിശദമായ റിപ്പോർട്ടുകളും അവലോകനം ചെയ്താണ് ജെ.ബി. കോശി കമ്മീഷൻ അതിന്റെ നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത്. ക്രൈസ്തവ യുവാക്കളുടെ തൊഴിലില്ലായ്മ, തീരദേശ മേഖലയിലെ ദാരിദ്ര്യം, വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികൾ തുടങ്ങിയ പരിഹരിക്കാൻ ശക്തമായ നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുകൊണ്ട് സർക്കാർ തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കിയെന്ന് വരുത്തി തീർക്കുകയാണ്. 2023 ഡിസംബറിൽ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി വി. അബ്ദുറഹ്മാൻ ഈ റിപ്പോർട്ട് ഉടൻ നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. തുടർന്ന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ 3-അംഗ സമിതിയെ ശുപാർശകൾ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഫിഷറീസ്, വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകൾക്ക് മുൻഗണന നൽകി റിപ്പോർട്ട് നടപ്പിലാക്കാൻ 1 മാസത്തെ സമയം നൽകിയെങ്കിലും പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല. ക്രൈസ്തവ സമുദായത്തെ വോട്ട് ബാങ്ക് മാത്രമായി കാണുന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നതെന്ന ചിന്ത സമുദായത്തിനിടയിൽ ശക്തമാണ്. ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടാൽ അത് ചർച്ച ചെയ്യാനും അതിലെ ഗുണദോഷങ്ങൾ വിലയിരുത്താനും അതത് സമുദായങ്ങൾക്ക് അവകാശമുണ്ട്. എന്നാൽ ഈ അവകാശത്തെ പാടെ നിഷേധിച്ചുകൊണ്ട് ഇരുട്ടിന്റെ മറവിൽ കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. റിപ്പോർട്ടിലെ ഏതെല്ലാം നിർദ്ദേശങ്ങളാണ് സർക്കാരിന് സ്വീകാര്യമായതെന്നും ഏതൊക്കെയാണ് തള്ളിക്കളഞ്ഞതെന്നും അറിയാനുള്ള അവകാശം ക്രൈസ്തവർക്കുമുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സമുദായ നേതാക്കളെ പ്രീണിപ്പിക്കാൻ നടത്തുന്ന യോഗങ്ങളും പ്രസ്താവനകളും കൊണ്ട് ഈ പ്രതിഷേധം അടങ്ങില്ലെന്നാണ് ദീപിക വ്യക്തമാക്കുന്നത്. കേരളത്തിലെ സാമൂഹിക പശ്ചാത്തലത്തിൽ ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികളെ ശാസ്ത്രീയമായി പഠിച്ച ആദ്യത്തെ റിപ്പോർട്ടുകളിൽ ഒന്നാണിത്. അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പ്രതിഷേധാർഹമാണ്. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവകാശവാദങ്ങൾ വെറും അക്ഷര സർക്കത്ത് മാത്രമാണെന്നും പ്രായോഗികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും സഭ ആവർത്തിക്കുന്നു. സമുദായത്തെ തൃപ്തിപ്പെടുത്താൻ ഫെബ്രുവരിയിൽ വിളിച്ചു ചേർക്കുന്ന യോഗത്തിന് മുൻപായി റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം. സുതാര്യതയല്ലാത്ത ഇത്തരം നടപടികൾ ക്രൈസ്തവർ ന്യൂനപക്ഷങ്ങളോട് സർക്കാർ കാണിക്കുന്ന വലിയ ചതിയായി മാത്രമേ കാണാൻ സാധിക്കൂ. വരും ദിവസങ്ങളിൽ ഈ വിഷയം രാഷ്ട്രീയമായി കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്നും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്നതും ഉറപ്പാണ്. സത്യസന്ധമായ നിലപാടാണ് സർക്കാരിന്റേതെങ്കിൽ എന്തിനാണ് റിപ്പോർട്ട് രഹസ്യമായി വെക്കുന്നതെന്ന ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ ബാക്കിയാകുന്നു.